അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോയ ആയിഷനെ നിനക്ക് എന്തിനാടാ വിവരം കെട്ടവനെ? ഏ ഉമ്മ, അവൾ ഇല്ല. നീ എന്താ വിചാരിച്ചത്? നീ ഇവിടെ 10-15 ദിവസം ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു 13 ദിവസം പോട്ടെ, 13. ആ 13 ദിവസത്തിനുള്ളിൽ ഇവിടെ എന്തൊക്കെ നടന്ന് നിനക്കറിയോ? അതെ, ഇവിടെ സ്ഥിരമായി വരുന്നൊരു ഡ്രൈവർ എന്തൊക്കെ എന്നെക്കൊണ്ട് അറിയില്ല. അവർ തമ്മിൽ ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ടായിരുന്നു. അതെ, ആ ഡ്രൈവർ ആരാ നിനക്കറിയോ? ഒരിക്കൽ പോലും ഇനി അവനോട് ചോദിക്കാനും പറയാനും പോകരുത്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. അവർ ഒരുമിച്ച് പോയി, തള്ളനെയും കൊണ്ടുപോയി. അല്ലേ, അതിത്ര വലിയ തെറ്റായ കാര്യമാണോ? ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുന്നതിനല്ല നല്ലത്. അല്ലാതെ എൻ്റെ മോനെ ചതിക്കാൻ അവൾ നിൽക്കാൻ പാടുണ്ടോ? ഒന്ന് കേട്ട് നോക്കടാ. ഉമ്മ, ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല ഉമ്മ. ആര് പറഞ്ഞോ? നീ ഒന്ന് ചോദിച്ചു നോക്ക്, ഡ്രൈവറുടെ കൂടെ പോയോ ഇല്ലയോ എന്നുള്ളത്. വിളിച്ച് നോക്ക്, ചോദിക്കടാ ഉമ്മ. എനിക്ക് ചോദിക്കടാ. നിനക്ക് അതല്ലേ ഞാൻ പറഞ്ഞു തരാം നിനക്ക് കളവ്. വേറുള്ളവർ പറയുന്നു നിനക്ക് കളവില്ലല്ലോ. ചോദിക്കടാ ഉമ്മ. നിങ്ങൾ എന്തേ പറയുന്നത്? അതെ, അവരിന്നൊന്നിനും തുടങ്ങിയതല്ല. അവരുടെ ആ ഒരു കാട്ടിക്കൂട്ടൽ ആദ്യമേ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഗർഭിണിയാക്കി എന്നുള്ള പേരുമായി. എനിക്ക് വിശ്വസിക്കാനൊന്നും കഴിയണില്ല. നിൻ്റെ കുഞ്ഞ് തന്നെയാണോ അവളുടെ വയറ്റിൽ നിന്നത്? ഞാൻ ഒരു കാര്യം പറയാം. അതെ, അവർ പണ്ടേ അങ്ങനെ, പിന്നെ നിന്നെ പറ്റിക്കാൻ വേണ്ടി മുസ്ലിം ആവുകയും അങ്ങനെ ഇവിടുത്തെ സ്വത്തും സമ്പത്തും കിട്ടുവാൻ വേണ്ടിയിട്ടും അവരൊരു അഭിനയം നടത്തിയതായിരിക്കും. അല്ലാതെ ഒരിക്കൽ പോലും നിന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. അവൻ്റെ കൂടെ പോയില്ലടാ അവള്. ഉമ്മ, ആരാണ് ഇവിടുത്തെ സ്ഥിരമായി വരുന്ന ഡ്രൈവർ? ആ നിനക്കറിയില്ലേ? അവൻ്റെ പേര് ഞാൻ പറയണോ? അതെ, അതേടാ, ആ തെമ്മാടിയോ? തെമ്മാടി. അവന് ആവശ്യമുള്ളത് അവൻ നേടിയെടുക്കും. അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ. അതെ, അവൾ പോയി, അവൻ്റെ കൂടെ പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കട്ടെടാ. എന്തിനാണ് അവരുടെ പിന്നാലെ നീ പോകുന്നത്? അവരിഷ്ടം പോലെ ജീവിക്കട്ടെ. എന്നാൽ അത് കേട്ട അവൻ പൊട്ടിക്കരഞ്ഞു. ഇല്ലുമ്മ, ഒരിക്കലുമില്ല. അങ്ങനെ എൻ്റെ ആയിഷ ചെയ്യില്ല. ആയിഷ ചെയ്യില്ല. ചെയ്തൊന്നും കാട്ടിക്കൂട്ടിയൊന്നും പോരാ. എനിക്ക് വിശ്വാസം വരുന്നില്ലേ? അല്ലെങ്കിൽ പെറ്റ തള്ള പറഞ്ഞത് വിശ്വസിക്കാൻ ഇവിടെ ആരുമില്ല. അതൊക്കെ നീ അനുഭവിക്കുമ്പോൾ മനസ്സിലാകും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മ തിരിഞ്ഞൊരു പോക്ക്. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? അവളങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ ഇങ്ങനെ പലരെയും വിശ്വസിച്ച് നടന്നോ? പക്ഷെ നിന്റെ കണ്ണിലൊരു പൊടി ഇടുന്നത് നീ അറിയുന്നില്ല. കാരണം തികച്ചും തെറ്റായ രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളായിരുന്നു അവരിവിടെ നടത്തിയിരുന്നത്. നീ ഇല്ലായിട്ടും അവർ ഒരുമിച്ച് സംഭാഷണവും ചിരിയും കളിയും വർത്താനവും. നിന്നെ പറ്റിക്കായിരുന്നൊരു പൊട്ട. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്, മനസ്സിലാക്കിക്കോ. അല്ലാതെ ഒരിക്കൽ പോലും നീ വേണ്ടാത്ത ചിന്തിക്കണ്ട. ഉമ്മ, എനിക്ക് അതിന് കഴിയില്ല ഉമ്മ. അങ്ങനെ ഒരിക്കലും അവൾ ചെയ്യില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചിന്തിച്ചില്ലെങ്കിൽ വേണ്ട. നിനക്ക് ചിന്തിക്കുന്നതാണല്ലോ പ്രശ്നം. പിന്നെ എന്താ, അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം നിനക്ക്. നിന്നെ ചതിച്ച ആ പെണ്ണിനെ തന്നെ നിനക്ക് വേണോ? പറയടാ, പറ. ഉമ്മ, എനിക്ക് നീ ഇങ്ങനെ ഇത്ര വലിപ്പമുണ്ടല്ലോ മോങ്ങാൻ. ഇങ്ങനെ മോങ്ങിയിട്ട് എന്ത് കാര്യമാണ് നിനക്കുള്ളത്? നീ പറ, എന്ത് കാര്യമാണ് നിനക്കുള്ളത് ഇങ്ങനെ മോങ്ങിയിട്ട്? അതൊക്കെ ഉണ്ട്, ഒഴിവാക്കി വിടടാ. ഉമ്മയുടെ വാക്കുകൾ കേട്ട ജസീർ വിതുമ്പിക്കരഞ്ഞു. ഇല്ല, അവൾ നഷ്ടപ്പെട്ടു എന്നേക്കുമായി ആയിഷ. എന്നാലും നിനക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു ആയിഷ? എനിക്കറിയുന്നില്ലല്ലോ ആയിഷ. ചുരുക്കി പറഞ്ഞാൽ അതാ ജസീർ മറ്റൊന്നും ആലോചിച്ചില്ല. എങ്ങോട്ട് അന്വേഷിക്കും, ആരോട് പറയും എന്നൊന്നും എനിക്കറിയുന്നേ ഇല്ല. എന്നാൽ ജസീർ ആയിഷയെ തിരഞ്ഞ് പോവുകയാണ്. എടാ, എങ്ങോട്ടാ? എൻ്റെ ആയിഷയെ കാണണം എനിക്ക്. അവൾ എവിടെയാണെന്ന് എനിക്കറിയണം. ഒരിക്കൽ പോലും അവൾ... എടാ, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, നീ വേണ്ടാത്തിന് നിൽക്കരുത്, മനസ്സിലായല്ലോ? ജസീർ വിതുമ്പിക്കരഞ്ഞു. നൂർജഹാൻ ശരിക്കും ഞെട്ടി. ജസീർ, എന്നിട്ടെന്താ? എൻ്റെ ജീവിതം അന്ന് മുതൽ ഞാനല്ലാതായി മാറി. അത് എൻ്റെ മനസ്സിൽ ഒരു ക്രൂരഭാവം,
ഉമ്മ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നു, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എന്നോട് പറഞ്ഞു, അതിനെക്കുറിച്ച് നീ അന്വേഷിക്കരുത്. അതെ, അതിനെക്കുറിച്ചെങ്ങാനും നീ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് പിന്നെ നീ കാല് കുത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ തൂങ്ങി മരിക്കും നിൻ്റെ മുമ്പിൽ, നോക്കിക്കോ. അതെ, ഉമ്മയുടെ ആ കടുത്ത വാക്ക് അത് ജസീറിനെ വല്ലാതെ പിടിച്ചുലച്ചു. അതോടുകൂടി നോക്കട്ടെ, നിൻ്റെ നാശം തുടങ്ങും. ഉമ്മ, നിങ്ങൾ എന്നെ ഇങ്ങനെ ഇത്രമാത്രം, അവൻക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. എടാ ഭ്രാന്ത, നിന്നെ ഇറക്കി വിടുന്നേ. നിന്നെ ഞാനേ കുതിരവട്ടത്ത് കൊണ്ടുപോയി പൂട്ടിയിടും, നീ വേണ്ടാത്തൊക്കെ കാണിച്ചാൽ. ഇല്ല ഉമ്മ, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളെ കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. വീട്ടിലുള്ളതെല്ലാം ഞാൻ എടുത്തെറിയാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാനൊരു ഭ്രാന്തനായി മാറിയിരുന്നു എൻ്റെ ഹിജാബി. അതെ, എനിക്ക് അവൾ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾ. പക്ഷേ അത്രക്കും ദ്രോഹം എൻ്റെ ഉമ്മ എന്നോട് ചെയ്തു, അവളോട് ചെയ്തു. എന്താണ് സത്യമെന്ന് പോലും ഉമ്മ പറയുന്നില്ല. മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് ഉമ്മ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒളിച്ചോടിപ്പോയി നശിച്ചവളെ നീ ഒരിക്കലും സ്വീകരിക്കരുത്. അഥവാ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ തൂങ്ങി മരിക്കും എന്നാണ് ഉമ്മ പറഞ്ഞത്. ഹിജാബി, എൻ്റെ അവസ്ഥ അതായിരുന്നു. എന്നാൽ അതിനിടയിൽ പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. എനിക്ക് വാശിയായി, ദേഷ്യമായി, ഞാനൊരു ഭ്രാന്തനായി. ഞാൻ തികച്ചും എൻ്റെ മാനസിക നില ആകപ്പാടെ തകിടം മറിഞ്ഞ അവസ്ഥയിലായി. തികച്ചും ഞാനൊരു ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി. എൻ്റെ പഠനം, കാര്യങ്ങൾ, എൻ്റെ കരിയർ എല്ലാം എനിക്ക് നഷ്ടപ്പെടുന്ന പോലെ ഞാൻ അലഞ്ഞു തിരിയാൻ തുടങ്ങി. അറിയുന്നില്ല എനിക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന്. ഞാൻ മനസ്സിൽ അങ്ങേയറ്റം സൂക്ഷിച്ച എൻ്റെ ആയുഷ, ഞാൻ മൂലം ഗർഭിണിയായ എൻ്റെ പെണ്ണ്, പ്രസവം കഴിഞ്ഞാൽ അവളെ ഏറ്റെടുക്കാം, നിക്കാഹ് കഴിക്കാമെന്ന് ഉസ്താദ് പറഞ്ഞ ആ ആയുഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എന്താണെന്നറിയുന്നില്ല സംഭവിച്ചത്. എവിടേക്കോ അന്വേഷിച്ചു, കാണുന്നില്ല. പിന്നെ ഞാനൊരു ഭ്രാന്തനല്ലേ. ഉമ്മ എല്ലാവരോടുമായി പറഞ്ഞു പരത്തി, ജസീറിന് ഭ്രാന്താണ്, എല്ലാവരും ശ്രദ്ധിച്ചോളി എന്നുള്ളത്. കാരണം ഞാനൊരു ഭ്രാന്തനായിരുന്നു അപ്പോഴും. പിന്നെ എനിക്ക് എൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യാൻ തുടങ്ങി. അതായത് എനിക്ക് എൻ്റെ അവസ്ഥ തന്നെ മാറി. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച, ഞാനിതുവരെയും ജീവിച്ച എൻ്റെ ഹൃദയത്തിൽ ആദ്യ പ്രണയമായിരുന്നു അവൾ, ആയിഷ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതോടുകൂടെ എനിക്കിനി ഒരു ജീവിതം വേണ്ട എന്നിവരെനിക്ക് തോന്നിപ്പോയി. ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. പലയിടത്തും ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു. എൻ്റെ ആയിഷയോർത്ത് സമ്മതിക്കില്ല. അഥവാ അവളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ വരെ ഉമ്മ മരിക്കുമത്രേ, തൂങ്ങി മരിക്കുമത്രേ, എൻ്റെ പേരും പറഞ്ഞ്. എന്നിട്ട് എൻ്റെ പേരിൽ ഉമ്മാക്ക് കരിയർ, ഉമ്മാൻ്റെ അഭിമാനമാണ് വലുത്. ആ അഭിമാനം വിട്ട് ഒന്നും ഉമ്മ കളിക്കില്ല. ഉമ്മാക്ക് അഭിമാനമാണ് വലുത്, ഒരു മകൻ്റെ ജീവിതമല്ല. അലമാരിയുടെ മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ആ പഴയ ചുവന്ന ഡയറിയിലേക്കും അതിനുള്ളിൽ ഉണങ്ങി വരണ്ടു പോയ ആ മുല്ലപ്പൂവിലേക്കും അവൻ നോക്കിയിരുന്നു. സമയം പോകുന്നത് അറിയുന്നേയില്ല. അവളില്ലാത്ത ഈ ലോകത്ത് എന്ത് സമയമാണ്, എന്ത് ദിവസമാണ്. ആയുഷയില്ലാതായ ആ രാത്രി, ആ സത്യമറിഞ്ഞ ആ രാത്രി, കരിമേഘങ്ങൾ മൂടിയ ഒരു മഴക്കാല രാത്രിയായിരുന്നു അത്. അന്ന് ഉമ്മയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പരിഭ്രമമുള്ളതുപോലെയുണ്ടായിരുന്നു, എന്നോടെന്തോ മറച്ചു വെക്കുന്ന പോലെ. എന്നാൽ ഉമ്മയുടെ വാക്ക് വീണ്ടും വീണ്ടും പറയുന്നു, ഉമ്മ, ആയിഷ എവിടെ, എൻ്റെ ആയിഷ എവിടെ? എടാ, നിന്നോട് പറഞ്ഞില്ലേ അവൾ ആരുടെയൊക്കെ കൂടെ ചാടിപ്പോയി, നീ അവളെക്കുറിച്ച് നീ അന്വേഷിക്കേണ്ടതില്ല. ആ വാക്കുകൾ ജസീറിൻ്റെ നെഞ്ചിലേക്ക് ഒരു തീക്കനൽ പോലെയാണ് വന്നിറങ്ങിയത്. ആയിഷ തന്നെയല്ലാതെ മറ്റൊന്നിനെയും സ്നേഹിക്കാത്ത തൻ്റെ പ്രാണൻ മാത്രം. അവൾ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ കല്ലുപോലെയുള്ള ആ ഉമ്മയുടെ മുഖം അവന് മുന്നിൽ എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. നിയമമോ പോലീസോ കോടതിയോ ആലോചിക്കാൻ പോലും ഉമ്മ സമ്മതിച്ചില്ല. വീട്ടിലെ മാനക്കേട് പുറത്തറിയരുത് എന്ന ഒറ്റ വാചകത്തിൽ അവർ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അവിടുന്ന് അങ്ങോട്ട് ജസീറിൻ്റെ ലോകം മാറിമറിഞ്ഞു. വീടിൻ്റെ വരാന്തയിലോ കാറ്റിൻ്റെ തുമ്പുള്ള പാടവരമ്പിലോ അവൻ മണിക്കൂറുകളോളം ഒറ്റയ്ക്കിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടും. പെട്ടെന്ന് ആരും കേൾക്കാതെ ഉറക്കെ ചിരിക്കും. തൊട്ടടുത്ത നിമിഷം വിതുമ്പിക്കരയും. തനിക്കേറ്റ ആഘാതം
അവൻ്റെ ചിന്താശേഷിയെ ഉലച്ചു കളഞ്ഞിരുന്നു. തെരുവുകളിലെ അലച്ചിൽ അവന് പതിവായി. ഭ്രാന്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ജസീർ വീടിൻ്റെ പടിയിറങ്ങി. അവൻ്റെ കാലുകൾ അവനെ നടത്തിച്ചത് ആയിഷയെ തേടിയുള്ള വഴികളിലൂടെയാണ്. നഗരത്തിൻ്റെ തിരക്കേറിയ തെരുവുകളിലൂടെ, ബസ് സ്റ്റാൻഡുകളിലൂടെ, കടവുകളിലൂടെ അവൻ ഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞു. കാണുന്നവരോടൊക്കെ അവൻ ചോദിച്ചു, എൻ്റെ ആയിഷയെ നിങ്ങൾ കണ്ടോ? കറുത്ത കുപ്പായമിട്ടവൾ, പാവാടയിട്ടവൾ, പുള്ളിത്തട്ടമിട്ടവൾ, എൻ്റെ പെണ്ണ്, അവൾ എവിടെയാണ്? പക്ഷേ ആരും അവന് ഉത്തരങ്ങൾ നൽകിയില്ല. പകരം മനുഷ്യർ അവനെ ഭയത്തോടെയും പുച്ഛത്തോടെയും നോക്കി. കുട്ടികൾ അവന് പിന്നാലെ കല്ലുകളുമായി ഓടി. "ഡാ, ഭ്രാന്തം വരുന്നു, ഓടിക്കോ!" എന്ന് ആക്രോശിച്ചുകൊണ്ട് കുട്ടികൾ അവൻ്റെ നേരെ കല്ലെറിഞ്ഞു. കല്ലുകൾ അവൻ്റെ തലയിലും ശരീരത്തിലും കൊണ്ടു. ചോര പൊടിഞ്ഞു. എങ്കിലും അവൻ വേദന അറിഞ്ഞതേയില്ല. കവിളിലൂടെ ഒഴുകിയിറങ്ങിയ ചോര തുടയ്ക്കുക പോലും ചെയ്യാതെ അവൻ മുന്നോട്ട് നടന്നു. അവൻ്റെ കണ്ണുകൾ ഒരേ ഒരു ആഗ്രഹം മാത്രം ബാക്കിയായിരുന്നു. അവൻ്റെ കണ്ണുകൾ എങ്ങനെയെങ്കിലും തൻ്റെ ആയിഷയെ ഒന്ന് കണ്ടുകിട്ടുക എന്നുള്ളത്. വെയിലും മഴയും ഏറ്റ് അവൻ്റെ മുടികൾ ചെടപിടിച്ചു. വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. അവന് വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ ആയിഷയുടെ ഓർമ്മകൾ മാത്രമാണ് അവനെ ജീവിപ്പിച്ചത്. രാത്രിയായാൽ ഏതോ മരച്ചുവട്ടിലോ കിടത്തിണ്ണയിലോ അവൻ ചുരുണ്ടുകൂടും. ഉറക്കത്തിലും അവൻ പിറുപിറുക്കും. "ആയിഷ, നീ എവിടെയാണ്? എൻ്റെ പെണ്ണെ, ഉമ്മ നമ്മളെ ചതിച്ചതാണ്. നമ്മൾ ഒന്നിച്ചു പോകേണ്ടതല്ലേ?" ആരും കൂട്ടിനില്ലാതെ സ്വന്തം ഉമ്മയുടെ ക്രൂരമായ കള്ളം തകർത്ത് കളഞ്ഞ മാനസിക നിലയുമായി ജസീർ ഇന്നും ആ തെരുവുകളിൽ തൻ്റെ ആയിഷക്കായി ജീവച്ഛവമായി അലയുകയായിരുന്നു. പ്രാണൻ പകുത്തു നൽകിയ പ്രണയം ഭ്രാന്തായി മാറി. ഒടുവിൽ കാലത്തിൻ്റെ കരിനിഴൽ മാഞ്ഞു പോകുന്ന ആ പാവം മനുഷ്യൻ്റെ നോവായി. ആ യാത്ര അവസാനിച്ചിട്ടില്ലായിരുന്നു. നാടിൻ്റെ പല കോണുകളിലും അലഞ്ഞു തിരിഞ്ഞു നടന്ന ജസീർ കണ്ടവരോടൊക്കെ പതിവ് പോലെ തൻ്റെ തേടൽ തുടർന്നു കൊണ്ടിരുന്നു. "എൻ്റെ ആയിഷയെ നിങ്ങൾ കണ്ടോ?" എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ അവനെ പുച്ഛത്തോടെയും ഭയത്തോടെയും നോക്കി അകന്നു മാറി. എന്നാൽ മകൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ട ആ ഉമ്മയുടെ ഉള്ള് ദേഷ്യം കൊണ്ട് പുളയുകയായിരുന്നു. പക്ഷേ ആ നീറ്റൽ ഒരിക്കലും ഒരു വാത്സല്യമായിരുന്നില്ല. മറിച്ച് താൻ ചെയ്ത തെളിവുകൾ പുറത്തു വരുമോ എന്ന ഭയവും സ്വന്തം നാട്ടിലെ അന്തസ്സോർത്തുള്ള ഈഗോയുമായിരുന്നു. നാടൊട്ടുക്കും ആളുകളുടെ മുന്നിൽ അവർ മകനെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു പരത്തി. "എൻ്റെ ഗതികേട് നോക്കണേ, ഇങ്ങനൊരു വൃത്തികെട്ട മകൻ എനിക്ക് പിറക്കണ്ടായിരുന്നല്ലോ. ഇവൻ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. അതും ഈ വലിയ പുളിക്കൽ തറവാടെന്ന് വെച്ചാൽ പേര് കേട്ട തറവാടാണ്, സമ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തറവാട്. എന്നാൽ ഇവിടെയുള്ളൊരു മകൻ ഇത്രക്കൊരു പിച്ചക്കാരനെ പോലെ നടക്കുന്നത് അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല" എന്ന് പറഞ്ഞിട്ട് അവർ നാട്ടുകാരുടെ മുന്നിൽ കണ്ണീർ നാടകം പല രീതിയിലും കളിച്ചു. സ്വന്തം കുറ്റങ്ങൾ മറച്ചു പിടിക്കാൻ ആ ഉമ്മ അവനെ കൂടുതൽ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ തകർന്ന മാനസികാവസ്ഥ മുതലെടുത്ത് ചില ദ്രോഹികൾ അവൻ്റെ അടുക്കിലേക്കെത്തി. ജീവിതവും പ്രണയവും നഷ്ടപ്പെട്ട് തകർന്നു പോയ ജസീറിന് മുന്നിലേക്ക് അവർ ചെറിയൊരു പൊതി നീട്ടി. "ജസീർ, നീ ഇങ്ങനെ വിഷമിച്ച് നടക്കണ്ട. ഇത് വലിച്ചാൽ നിൻ്റെ എല്ലാ ടെൻഷനുകളും മാറും. ആയിഷയെക്കുറിച്ചുള്ള ഓർമ്മകളെ വരാത്ത ലോകത്ത് നീ ജീവിക്കും" എന്ന് പറഞ്ഞ് അവർ അവന് പലതും നൽകുന്നു. "ജസീർ, ഇത് വാങ്ങിക്കടാ. ഇത് വാങ്ങ്. നിൻ്റെ എല്ലാ വിഷമങ്ങളും മാറും. ഇത് വലിച്ചു നോക്ക്. എല്ലാ ടെൻഷനും മാറും. പിന്നെ നിൻ്റെ ആയിഷയെ നിനക്ക് കാണാൻ പറ്റും. നിൻ്റെ കൂടെ അവൾ ഉണ്ടാവും. ഇത് വലിച്ചു നോക്കടാ" എന്ന് പറഞ്ഞ് അവന് അവർ കഞ്ചാവും മയക്കുമരുന്നുകളും നൽകുന്നു. അവൻ്റെ കയ്യിൽ കിട്ടിയ പാടെ ആദ്യം അവനത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. "എന്താ, നിനക്ക് സമാധാനം വേണ്ടേ? നീ ഒന്ന് ജസ്റ്റ് നോക്ക്. ഇതൊന്ന് വലിച്ചു നോക്ക്. ഇതൊന്നുമല്ല, ഇത് നല്ല ആശ്വാസത്തിനുള്ള മരുന്നാണ്" എന്ന് പറഞ്ഞ് അവന് അത് നീട്ടുന്നു. എന്നാൽ ആ വിഷം ജസീറിൻ്റെ ഉള്ളിലേക്ക് ചെന്നതോടെ അവൻ്റെ മാനസിക നില പൂർണ്ണമായും തകർന്നു. അവൻ്റെ ചിന്തകളും ഭാവങ്ങളും തികച്ചും വികൃതമായി മാറി. ലഹരിയുടെ അടിമയായി മാറിയ അവൻ അടുത്ത നിമിഷം എന്താണ് ചെയ്യേണ്ടത് എന്നോ എവിടെയാണെന്നോ ഉള്ള ബോധം നഷ്ടപ്പെട്ടു. ലഹരി കിട്ടാത്ത സമയങ്ങളിൽ അവനിൽ അദൃശ്യമായൊരു ക്രൗര്യം ഉടലെടുത്തു. പലരെയും ആക്രമിക്കണമെന്നും കൊന്നുകളയുമെന്നും ഉള്ള ഭ്രാന്തമായ ചിന്തകൾ അവൻ്റെ തലച്ചോറിലൂടെ പാഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ലഹരിയുടെ അഗാധവും ഉള്ളിലെ കനത്ത പകയും ചേർന്ന് ജസീർ നേരെ വീടിൻ്റെ ഉമ്മറത്തേക്ക് പാഞ്ഞെത്തി. നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു അവൻ. ഉമ്മയെ കാണേണ്ട രീതിയിലല്ല അവൻ കണ്ടത്. തൻ്റെ ജീവിതം ചവിട്ടി അരച്ച പ്രതിയായിട്ടാണ് അവൻ കണ്ടത്.
ഉമ്മറത്തേക്ക് ഇടിച്ചു കയറി വന്ന അവൻ ഉമ്മയെ നോക്കി അലറി വിളിച്ചു, ഡീ തള്ളേ, കൊണ്ടടി പൈസ, എനിക്ക് പണം വേണം, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ തള്ളേ, നീ എന്ത് ചെയ്തു എൻ്റെ ആയിഷയെ? വീട്ടു സാധനങ്ങളും മേശയും കസേരയും അവൻ അടിച്ചു തകർക്കാൻ തുടങ്ങി. പണത്തിന് വേണ്ടി ആ വീട് മുഴുവൻ ചവിട്ടിപ്പൊളിക്കുമെന്ന അവസ്ഥ വന്നു. അവൻ്റെ രൗദ്രഭാവം കണ്ട് ഉമ്മയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം മിന്നിമറഞ്ഞു. എങ്കിലും അവരുടെ കടുത്ത വാശിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മകൻ എത്രത്തോളം ഭ്രാന്തമായി മാറിയാലും ശരി, ഒരിക്കൽ പോലും ആയിഷയെ ആ വീടിൻ്റെ പടി കയറ്റില്ല എന്ന് ആ ഉമ്മ ഉള്ളിലുറപ്പിച്ചു. പണത്തിന് മേൽ കൈവയ്ക്കാൻ വന്ന മകനെ കണ്ട് അവർക്ക് ഭയത്തിനപ്പുറം വെറുപ്പാണ് തോന്നിയത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവർ പോലീസിനെ വിളിക്കുന്നു. ഫോണെടുത്ത് പോലീസിനെ വിളിച്ചു. പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്നു നിന്നതും ഉമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്, ഇവനെ കൊണ്ട് പൊറുതി മുട്ടി ഇവനെ പിടിച്ച് അകത്തിരു സാറേ. പോലീസുകാർ ജസീറിനെ പിടികൂടാൻ തുടങ്ങിയപ്പോൾ ഉമ്മ പിന്നിൽ നിന്ന് ആക്രോശിച്ചു, നല്ലോണം കൊടുക്ക്, നല്ലോണം തല്ല് കൊടുത്തേ പറ്റൂ, എന്നെ ഉപദ്രവിക്കാൻ വന്നേക്കുവാണ് ഈ തെണ്ടി. സ്വന്തം ഉമ്മയെ അവൻ അത്രക്കും മോശമായ രീതിയിലാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, എന്നെ പീഡിപ്പിക്കാൻ വരികയാണ്. പോലീസിനെ കൊണ്ട് ക്രൂരമായി തല്ലിക്കാൻ ആ ഉമ്മ 1% പോലും മടിച്ചില്ല. പോലീസുകാർ ജസീറിനെ വരിഞ്ഞു ചുറ്റി തല്ലിക്കൊണ്ട് ജീപ്പിലേക്ക് വലിച്ചിഴക്കാൻ തുടങ്ങി. കയ്യും കാലും ഒടിച്ച് സ്റ്റേഷനിലെ മൂലക്കിലിടെ, എന്നാലേ ഇവൻ്റെ തെണ്ടിത്തരം മാറുകയുള്ളൂ എന്നലറിക്കൊണ്ട് ആക്രോശിക്കുന്ന ആ ഉമ്മയുടെ മുഖത്തേക്ക് നാട്ടുകാർ ഞെട്ടലോടെ നോക്കി. ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് പാവം വല്യമ്മ വീടിൻ്റെ വരാന്തയിലേക്ക് ഓടിയെത്തി. പേരക്കുട്ടിയുടെ ആ ദയനീയമായ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നെഞ്ചിൽ തടിച്ച് കരഞ്ഞുകൊണ്ടവർ വിളിച്ചു പറഞ്ഞു, പൊന്നു മോനെ ജസീർ. പക്ഷേ ആ സ്നേഹവിളി കേൾക്കാൻ പോലും ആ ക്രൂരമായ ഉമ്മ സമ്മതിച്ചില്ല. ഉമ്മ തിരിഞ്ഞു ചെന്ന് വല്യമ്മയെയും തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ചൊതുക്കി. നീ അവന് കൂടുതൽ വാലാട്ടി കൊടുക്കണ്ട, അനുഭവിക്കട്ടെ എന്ന് അവർ അലറി. പോലീസുകാർ ജസീറിനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. കവളിലൂടെ ഒഴുകിയ ചോരയും ജടപിടിച്ച മുടിയുമായ ജീപ്പിൻ്റെ കമ്പിഴകളിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. വണ്ടി മുന്നോട്ടെടുത്തു പോകുമ്പോൾ അവൻ പിറുപിറുക്കുന്നുണ്ടായിരുന്നു, ആയിഷ, ആയിഷ, ഉമ്മ നമ്മളെ ചതിച്ചതാ, ആയിഷ, ഉമ്മ നമ്മളെ ചതിച്ചതാ. തൻ്റെ പ്രാണസഖിയെ തേടി അലഞ്ഞ പാവം ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയുടെ ക്രൂരതയും ലഹരിയുടെ ചതിയും കാരണം ഒടുവിൽ പോലീസിൻ്റെ ലോക്കപ്പിലേക്ക്, ഇരുണ്ട വഴികളിലേക്ക് യാത്ര പോവുകയാണ്. ജസീർ പറഞ്ഞു കരഞ്ഞു. എല്ലാം കേട്ട് ഹിജാബി പൊട്ടിക്കരഞ്ഞു പോയി. ജസീർക്ക, അപ്പോൾ അത്രക്കും എൻ്റെ ജീവിതത്തിൽ പരാജയമായിരുന്നു. എന്നിട്ട് അതെ, എനിക്കത് പറയാനാവില്ല. എൻ്റെ ഉമ്മയുടെ നിർദ്ദേശമായിരുന്നു അവനെ കൈയും കാലും ഒടിച്ചിടണം എന്നുള്ളത്. എന്നാൽ പോലീസുകാരുടെ അതിക്രൂരമായ മർദ്ദനം. എന്താടാ, നീ നിൻ്റെ സ്വന്തം പെറ്റതള്ളയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലടാ? സാറേ, ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നേടാ, നിൻ്റെ തള്ള തന്നെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞ് അതാ കൈകാലുകൾ നല്ല രീതിയിൽ ലാത്തി വീശിക്കൊണ്ട് അടിച്ചൊതുക്കുന്നു, ചെങ്ങല കൊണ്ടടിക്കുന്നു. അങ്ങനെ എനിക്കൊരിക്കൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നു. എൻ്റെ മുഖം നോക്കി അടിക്കുന്നു, കുത്തുന്നു. പോലീസുകാരുടെ ആ ക്രൂരമർദ്ദനത്തിൽ ഞാൻ തികച്ചും തകർന്നു പോയി ജാബി, തകർന്നു പോയി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഉമ്മ? എന്നാൽ പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ ഉമ്മ കൈക്കൂലി കൊടുത്തിരുന്നു. അവനെ ഇനി എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ തളർത്തിയിടണമെന്ന് പറഞ്ഞിട്ട്. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. അതില്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പോലീസുകാർ തന്നെ പറഞ്ഞു, നിൻ്റെ തള്ള തന്നിട്ടുണ്ടാ ക്യാഷ്, നിന്നെ തല്ലി ചതച്ച് മൂലക്കിലിടാൻ, നിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിൽ നീ നിരകിക്കാൻ. നീ എഴുന്നേൽക്കരുത് നിൻ്റെ 2 കാലിൽ. ശരിക്കും ജസീർ അത് ഹിജാബിയോട് പറയുമ്പോൾ ഹിജാബിയും അറിയാതെ കരഞ്ഞു പോവുകയെന്ന്. ജസീർ, അപ്പം അത്രമാത്രം? അതെ, ഞാൻ അതിന് ശേഷമാണ് ക്രൂരനായി മാറിയത്. എന്നെ ആവശ്യമില്ലാതെ തല്ലി ചതക്കുകയല്ലേ, എന്നെ അത്രക്ക് മോശമായ രീതിയിൽ ചിത്രീകരിച്ചില്ലേ, പിന്നെ എങ്ങനെ ഞാനൊരു ഭ്രാന്തനായിരിക്കും? എനിക്ക് ആ ദിവസം മുതൽ എല്ലാം നഷ്ടപ്പെട്ടതാണ്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിച്ചതായിരുന്നു. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച്, എനിക്കതൊന്നും ബോധമുണ്ടായിരുന്നില്ല. ഞാൻ മുഴുവൻ തെറ്റുകാരനായി മാറി. അതെ, ഒരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ
കാരണം ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്കെന്തും ചെയ്യാം. ഞാൻ അത്തരത്തിലായിരുന്നു. ഒന്നും തെറ്റില്ല എൻ്റെ കണ്ണിലെന്ന് തോന്നി. എൻ്റെ ഫ്രണ്ട്സുകൾ, ലഹരി തന്ന ഫ്രണ്ട്സുകൾ എൻ്റെ അടുക്കൽ വന്നു. നിനക്ക് പെൺകുട്ടികളെ വേണമെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരും എന്ന് വരെ പറഞ്ഞിരുന്നു. ശരിക്കും ഹിജാബി അതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി. ജസീർ, അതെ ഹിജാബി, അങ്ങനെയാണ് ഞാൻ ഈ രൂപത്തിലായത്. എന്നാൽ ആ ഇരുട്ടുള്ള ലോക്കപ്പിലേക്ക് ഇട്ട സമയത്ത് അതാ എൻ്റെ മുമ്പിലേക്ക് ഒരു ഭീകരനായ പോലീസ് കടന്നു വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അയാളുടെ മുഷ്ടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മുഖത്തിന് നേരെ അയാൾ വന്നു. നേരെ അതാ എൻ്റെ നേരെ മൂക്കിനും കണ്ണിനും നോക്കി അമർത്തി അദ്ദേഹം കുത്തുകയായിരുന്നു. എന്തെന്നറിയില്ല, ഞാനവിടെ ബോധരഹിതനായി വീഴുന്നു. അത്രക്കും ലാത്തി ചാർജ് വീശിയിട്ടും അത്രക്കും ഉപദ്രവിച്ചിട്ടും ശരീരമാകെ തളർന്ന് ചോര ഒഴുകുന്നതാണ്. അതിനിടയിൽ അയാളുടെ അശക്തമായ കുത്തും പോരാതെ അയാളെ ബൂട്ടിട്ട് ഞാൻ അവിടെ തളർന്നു വീണ സമയത്ത് ആ നെഞ്ചിലേക്കൊരു ചവിട്ടും കൂടി കിട്ടിയപ്പോൾ എൻ്റെ ഹിജാബി ഞാൻ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി. ശരിക്കും അവൾ കരഞ്ഞു. റബ്ബേ, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്? അത്രക്കും ക്രൂരതകൾ അനുഭവിച്ചോ? അതെ ഹിജാബി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു തെറ്റുകാരനായി മാറിയത്. അല്ലാതൊരിക്കൽ പോലും ഞാൻ എന്നിട്ടെന്താ, എൻ്റെ ബോധം നഷ്ടമായി. ജസീർ ഹിജാബിയോട് കഥ പറയുകയാണ്. എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.